എന്താ ഇവിടെ? എന്തായിരുന്നു പ്രശ്നം? ഏയ് ഒന്നുമില്ല. എന്താ നിങ്ങൾക്ക് വേണ്ടേ? കാര്യം പറ. ഈ കിടക്കുന്ന മേഡത്തിന്റെ മോനല്ലേ ഒരു കൊച്ചു പെണ്ണിനെ ബലാത്സംഗം ചെയ്തത്? ഇത് ഹോസ്പിറ്റലാ, പോലീസ് സ്റ്റേഷൻ അല്ല. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കേ. മകന്റെ പടം പത്രത്തിൽ കണ്ട് വലിയ കുടുംബക്കാരാണല്ലോ. ഇങ്ങനെയാണോ മക്കളെ വളർത്തി വിടുന്നത്? പെണ്ണുപിടുത്തക്കാരായിട്ട്. കൊള്ള നല്ല വളർത്തല്. നിങ്ങൾക്ക് എന്നാത്തിന്റെ കേടാ? ആ വാതിലടച്ചിറങ്ങിക്കേ. എങ്ങനെ കൈയും കാലും ഒടിയാതിരിക്കും? ഇങ്ങനത്തെ വിഷപ്പാമ്പുകളല്ലേ പേറ്റ് വളർത്തി വിട്ടത്? അവരെ പുറത്താക്കി വാതിലടക്കി. ഇറങ്ങിക്കേ. ഇറങ്ങാൻ. നിരപരാധികള്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കണം. എല്ലാരും കല്ലെറിഞ്ഞ് കൊല്ലും. ഇങ്ങനെ കിടക്കുന്നോണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ. ബാക്കി എല്ലാരും നല്ലവര്, ഒരു തെറ്റും ചെയ്യാത്തവര്, പുണ്യാളന്മാരും പുണ്യാളത്തികളും. കൊള്ളാം, നല്ല ന്യായം. ഒരു കുറ്റവും പറയാനില്ല. മാഡത്തിന്റെ മകൻ മാത്രമല്ലല്ലോ, മാഡത്തിന്റെ ബ്രദറിന്റെ മകനും കൂടിയുണ്ട്. പത്രത്തില് വെണ്ടയ്ക്ക വലിപ്പത്തിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ ശിവശങ്കര മേനോന്റെ മകൻ. എനിക്കൊരു പത്രം സംഘടിപ്പിച്ചു തരൂ. അതിനെന്താ, ഇപ്പൊ തരാലോ. അതെ, ഒരു ന്യൂസ് പേപ്പർ കിട്ടാൻ എന്തെങ്കിലും വഴി? അയ്യോ ഇല്ലല്ലോ സാറേ, ഇവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരെ പോണം. എന്റെ ബൈസ്റ്റാൻഡർ ഇവിടെ രാവിലെ പോയതാ, കണ്ടില്ല. പുറത്ത് എവിടെയെങ്കിലും ഉണ്ടായി ഒന്ന് വിളിക്കാവോ? പുറത്തുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഒന്നും കയ്യിലില്ല, എന്തൊരു കഷ്ടം. ദേ ബൈസ്റ്റാൻഡർ വന്നിട്ട്. ഇത് എവിടെയായിരുന്നു ഗോർന്ന്? എന്താ പാലേട്ടാ? ഒരു പേപ്പർ വാങ്ങിക്കൊണ്ടുവന്നേ. പേപ്പറോ? എന്തെങ്കിലും എഴുതാനാണോ? ഏതോ ന്യൂസ് പേപ്പർ. ഇവിടെ അർത്ഥം കിട്ടില്ല പാലേട്ടാ. കിട്ടുന്നിടത്ത് പോയി വാങ്ങിക്കുക. കാറിൽ പാലേട്ട് ഇന്ന് പത്രം വായിക്കണ്ട, ഇവിടെ റിലാക്സ് ചെയ്യാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അലീനയും പറഞ്ഞിരിക്കുന്നത് പാലേട്ടനും പത്രം വാങ്ങി കൊടുക്കേണ്ടെന്നാ. അതന്നെ അവൾ അങ്ങനെ പറഞ്ഞേ. പാലേട്ടന് ഇപ്പൊ റെസ്റ്റ് ആവശ്യം. പത്രത്തിൽ ചുമ്മാ നമ്മൾ ടെൻഷൻ അടിപ്പിക്കാൻ പല വാർത്തകളും വരും. എടോ, എനിക്കറിയാം ഇന്നത്തെ പത്രത്തിൽ എന്നാ എഴുതി പൊലിപ്പിച്ചിരിക്കുന്നത്. അത് അച്ചടിക്കുന്നതിന് മുമ്പേ വായിച്ചിട്ടിരിക്കുന്നവന് വാർത്തയും ഫോട്ടോയും വിശദീകരണവും എല്ലാം ഞാൻ മനസ്സിൽ കണ്ടു കഴിഞ്ഞു. പാലേട്ട് ഇപ്പൊ തന്നെ ടെൻഷനില്ല, ഇനി അത് വെറുതെ കൂട്ടണ്ട. ഒരുത്തി എന്റെ ഫോൺ എടുത്തോണ്ട് പോയി. എന്തിന്? ആരെങ്കിലും വിളിച്ച് വിവരങ്ങൾ ചോദിച്ച് എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. എന്റെ ഫോണിൽ ഇപ്പൊ എത്ര കോൾ വന്നിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഒരിക്കലും വിളിക്കാത്തവന്മാര് പോലും ഇപ്പൊ വിളിച്ചിട്ടുണ്ടോ? കാരണം എല്ലാവന്മാർക്കും മനസ്സിലായി ബാലചന്ദ്രന്റെ തലയ്ക്ക് പിറകിൽ ഒരു ഗ്രനേറ്റടി കിട്ടിയെന്ന്. ബാലചന്ദ്രൻ വീണുപോയി. ഉടനെ ഒന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല എന്ന് അവന്മാർക്കറിയാം. അവന്മാരെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലേ അവന്മാർക്ക് ഒരു ആത്മസംതൃപ്തി കിട്ടത്തില്ല. തന്റെ ഫോണിൽ തന്നെ. ഹലോ. അലീന. അയ്യോ, അച്ഛനായിരുന്നോ? ഞാനോർത്ത ഗോവർദ്ധനങ്ങളാണെന്ന്. നീ എന്റെ ഫോൺ പിടിച്ചു വാച്ചോണ്ട് പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അച്ഛനിപ്പോ ഫോണല്ല അത്യാവശ്യം, ബെഡ് റെസ്റ്റാ. ഞാൻ ബുദ്ധിയില്ലാത്തവനല്ലല്ലോ മോളെ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഊഹിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുള്ളൂ. നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എപ്പോഴാ വിട്ടയച്ചേ? അത് ഇന്നലെ രാത്രി തന്നെ ഇവിടെ കൊണ്ടുവിട്ടച്ച. സ്റ്റേഷനിൽ വെച്ചോണ്ട് നിന്നെ അവര് കുറെ കഷ്ടപ്പെടുത്തി അല്ലേ? അതൊന്നും സാരമില്ല അച്ഛ. എന്നായിരുന്നു അവരുടെ ആവശ്യം? രോഹിത്തിനെതിരെ ഞാൻ പരാതി കൊടുക്കണം. എനിക്ക് മയക്കുമരുന്ന് തന്ന് രോഹിത്തും ഹരിയും കൂടി എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന്. നീ എന്നെ പരാതി കൊടുക്കാതിരുന്നേ, അതന്ന് എന്നെ കൊടുക്കേണ്ടതായിരുന്നു. എങ്കിൽ ഇപ്പോഴെങ്ങനെ ഈ സംഭവം ഉണ്ടാവുമായിരുന്നു? അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ വിഷമിക്കാതെ അവിടെ കിടന്നാ മതി. ഇതിലൊന്നും അച്ഛൻ തലയിടണ്ട. എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. ഞാനൊരു മനുഷ്യനല്ലേ. അച്ഛൻ അവിടെ കിടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടുന്ന് പുറത്തിറങ്ങിയാലും ഗോവർദ്ധനങ്ങൾ ചെയ്യുന്നതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാ പറയുന്നത്. ഒന്നിലും തലയിടാണ്ട് അവിടെ അടങ്ങി കിടന്നാ മതി. ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്ന് അച്ഛനെ കാണാം. വെക്കട്ടെ. അല്ല എന്ന് പറഞ്ഞ നീ എങ്ങനെയാ? ഹലോ മോളെ. ചേച്ചി അവിടെ എന്ത് ചെയ്യോ? ഞാനവിടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക. ഇന്നലെ രാത്രി ഉറക്കൊളച്ചതിന്റെ ക്ഷീണമൊക്കെ മാറിയോ? കുഴപ്പമില്ല. ചേച്ചി ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടായിരുന്നോ? കണ്ടു മോളെ. കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നേ. ഫോട്ടോസ് ന്യൂസും എല്ലാം വലുതായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പത്രങ്ങൾക്ക് ഒരു ചൂട് വാർത്ത കിട്ടിയതല്ലേ മോളെ, അവരാഘോഷിക്കട്ടെ. ലോകം മുഴുവനും അറിയത്തില്ല ചേച്ചി. അതൊന്നും നമുക്ക് തടയാൻ പറ്റത്തില്ല മോളെ. ചേച്ചി അവിടെ പെട്ടുപോയല്ലോ. സങ്കടം തോന്നില്ല ചേച്ചിക്ക്? എന്റെ കുടുംബമല്ലേ മോളെ, എന്റെ കൂടെപ്പിറപ്പ്. ചേച്ചി വിഷമിക്കണ്ട കേട്ടോ, ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ. വിഷമിക്കില്ല ചേച്ചി, ഒക്കെ ശരിയാവുന്നേ. ബ്രിജിത്തമ്മ പറയാറില്ലേ, ഇന്ന് നമ്മളെ കിടന്നുറങ്ങിയ ലോകമല്ല നമ്മുടെ നാളെ വെളുക്കുമ്പോ കാണുന്നെന്ന്. മാറ്റങ്ങൾ ഉണ്ടാവും. ബ്രിജിത്തമ്മയില്ലേ നമ്മുടെ കൂടെ? അതാണ് ഒരേ ഒരു ധൈര്യം. എന്ത് പരാതിയും പറയാം, മനസ്സിൽ ഉത്തരം കിട്ടും. ചേച്ചി സമാധാനായിട്ടിരിക്കണേ, ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി ചേച്ചി. പുറത്തൊന്നും തുറക്കാൻ പറ്റുന്നില്ല സാറേ. ഹലോ, ഞാൻ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുക. ഗേറ്റ് തുറക്കാൻ. ആരാ? എടാ മനു, നിന്റെ അച്ഛനാടാ. നിനക്കെന്താ ബോധല്ലേ? അച്ഛനായിരുന്നോ? അച്ഛനെ പോന്നു. ഞാൻ ഇപ്പൊ തുറക്കാം. റിമോട്ട് എടുത്തോട്ടെ. ആരാ മനു? അച്ഛനാ. ചേട്ടാ ഇടിക്കുന്നു. ശിവേട്ട, നമ്മുടെ മോൻ അവന്റെ കുറ്റമല്ല ശിവേട്ട. കൂട്ടുകാരെല്ലാം കൂടി അവനെ വിളിച്ചോണ്ട് പോയി ചതിച്ചതാ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ശിവേട്ട. പോലീസുകാർ അവനെ ഒരുപാട് തല്ലി. തെളിവെടുക്കാനാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടും അടിച്ചു. നീ നോക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലേ? പോലീസ് ആവശ്യത്തിന് തല്ലുകൊടുത്തു. പിന്നെ ഞാനിങ്ങനെ തല്ലണ്ടെന്ന് വിചാരിച്ചു. എന്നെ കളിയാക്കാണോടാ? കളി അച്ഛൻ കാണാൻ പോകുന്നേ ഉള്ളൂ. അമ്മ പറയുന്ന പച്ച കള്ളങ്ങൾ വിശ്വസിച്ചോണ്ടിരുന്നപ്പോ ഓർക്കണായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന്. അച്ഛനെ കൂടെ ചെല്ല്, പോലീസ് സ്റ്റേഷനോട്ടും കോടതിയിലോട്ടും ചെല്ല്. അമ്മനെ വിളിച്ചോണ്ട് നോക്കോ. മകനെ വെള്ളപൂശി ഈ നിലയിൽ എത്തിച്ചത് അമ്മയാ. ഇവനുണ്ടല്ലോ കുടുംബത്തോട് കൂറില്ലാത്തവനാ. തിന്ന ചോറിന് നന്ദിയില്ലാത്തവൻ, കൂടപ്പറപ്പ് സ്നേഹം തൊട്ട് തീണ്ടിട്ടില്ലാത്തവൻ. ഹരിയെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ പോലും പോയില്ല. പക്ഷെ അലീനെ പോലീസ് പിടിച്ചെന്നറിഞ്ഞപ്പോ പോകാൻ വേണ്ടി ചാടി ഇറങ്ങി. ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് പോയില്ല. അമ്മ സമ്മതിക്കാത്തോണ്ടല്ല, സ്റ്റേഷനിൽ ചെന്ന അലീനെ കാണാനോ സംസാരിക്കാനോ പറ്റത്തില്ലെന്ന് അറിഞ്ഞോണ്ടാ ഗോവർദ്ധനങ്ങൾ ചെന്നിട്ട് പോലീസ് സമ്മതിച്ചില്ല സംസാരിക്കാൻ. എന്നിട്ടും അവള് രക്ഷപ്പെട്ടു പോയല്ലോ. അമ്മയുടെ സംസാരം കേട്ടാ തോന്നും അവള് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടാന്ന്. അലീനെ പിടിച്ചു വയ്ക്കാൻ പോലീസിന് ഒരു റൈറ്റ്സും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എറണാകുളത്തുള്ള മാമച്ചനങ്ങളും അവരുടെ കുറവിലങ്ങളുള്ള റിലേറ്റീവ്സും കൂടെ ഇടപെട്ട്
ഡിവൈഎസ്പി വിളിച്ചു പറഞ്ഞിട്ടാണ് അലീനെ വിട്ടയച്ചത്. എടാ മനു, അവരെ നമുക്കൊന്ന് പിടിച്ചാലോ? എറണാകുളത്തെ മാമച്ചനങ്ങൾ എന്ന് പറയുമ്പോ അലീനയുടെ ആരായിട്ട് വരും? നമുക്ക് വേണമെങ്കിൽ എറണാകുളത്ത് പോയിട്ട് അവരെ കാണാം. അച്ഛൻ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല അവര്. അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഇടപെട്ടതും ഡിവൈഎസ്പിയെ കൊണ്ട് അലീനയെ വിട്ടയപ്പിച്ചതും. ഏതായാലും അവർക്ക് ഡിവൈഎസ്പി പരിചയമുണ്ടല്ലോ. നീ അലീനയോട് പറഞ്ഞ അവള് കേൾക്കത്തില്ല. നീയല്ലേ അവളെ കഴക്കോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവന്ന്? അതാണല്ലോ ഇവിടുത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം. അല്ലേ അലീന കാരണം അല്ലെ ഹരിയും രോഹിത്തും പിഴച്ചു പോയത് അല്ലെ? അലീനയാണ് മറ്റേ പെങ്കുച്ചിനെ അവർക്ക് സെറ്റാക്കി കൊടുത്തത്. എന്നിട്ട് അലീന തന്നെ അത് പോലീസിൽ അറിയിച്ചു. അതും പോരാണ്ട് പോലീസിനെ കൊണ്ട് ഹരിയും രോഹിയും ക്രൂരമായി മർദ്ദിപ്പിച്ചു. അലീന മജിസ്ട്രേറ്റോട് പറഞ്ഞിട്ടുണ്ട് ഹരിക്കും രോഹിക്കും യാതൊരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന്. കേസിന് വിധി വരുമ്പോഴേ അലീന ജഡ്ജെ സ്വാധീനിക്കും. എന്നിട്ട് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷിപ്പിക്കുകയും ചെയ്യും. അവൻ എന്തൊക്കെ അവനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവനെ നോക്കണ്ട. അവന് തന്തയും തള്ളയും കൂടെ പറപ്പുകളെ ഒന്നും വേണ്ട. അലീന പുണ്യാളത്തിയെ മാത്രം മതി. ശിവേട്ടാ, ഹരിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അവൻ പാവം ആരും കാണാൻ പോലും ചെല്ലാതെ അനാഥനെ പോലെ കിടക്കുവാ ലോകപ്പില്. എടി നാണം കെട്ട് പുറത്തിറങ്ങി മനുഷ്യരെ കാണാൻ പറ്റൂ? ഓ, എന്നാ നാണക്കേട് ഈ പീഡന കേസ് എന്ന് പറയുന്നത്? ലോകത്തെ ആദ്യത്തെ സംഭവമാണോ? എവിടെയെല്ലാം നടക്കുന്നു? 6 പീഡനം നടക്കുമ്പോഴാ അതിൽ ഒരെണ്ണം കേസാവുന്നേ. എനിക്കന്നൊരു കത്രിക കിട്ടിയതുകൊണ്ട് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഞാൻ തന്നെ അവള്. നിന്റെ നോട്ടപശ കൊണ്ടല്ലേ? ആ രോഗി കൂട്ടിക്കൊണ്ടു പോയതാ, അവന്റെ കൂടെ കൂടിയതാ. നീ എല്ലാ കുഴപ്പത്തിന് കാരണം. അച്ഛനെന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ പറയുന്ന കേട്ട് അച്ഛൻ വെറുതെ പൊട്ടം കളിക്കല്ലേ? നീ പറഞ്ഞ കേൾക്കത്തില്ലേ?